അവരൊരിക്കലും നമ്മൾക്ക് വേണ്ടി കൈയടിക്കില്ല. അവരൊരിക്കലും നമ്മൾക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യില്ല. നമ്മളൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അവരാഗ്രഹിക്കില്ല. നമ്മളെപ്പോഴും ഒരു വിലയില്ലാത്ത പോലെ, എപ്പോഴും ഒരു പുച്ഛഭാവത്തിൽ, നമ്മൾ എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളെ യാതൊരു വിലയുമില്ലാതെ ഒരു പുച്ഛഭാവത്തിൽ കാണുന്ന ഇത്തരം ആളുകളിൽ നിന്ന് നമ്മളെപ്പോഴും ഓടി മാറി നിൽക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡള്ളായി പോവുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സൊക്കെ അങ്ങ് അസ്വസ്ഥമാവുകയും നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തലത്തിലേക്ക് നിങ്ങൾ എത്താറുണ്ടോ? ഇത്തരത്തിലുള്ള ആളുകളാണ് നെഗറ്റീവ് പീപ്പിൾ. അതായത് നമ്മൾക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് അവരെപ്പോഴും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് നാൾ അവരുടെ കൂടെ നമ്മൾ ഇടപെട്ട് അവരുടെ കൂടെ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ആരായാലും, ഈവൻ അച്ഛനോ അമ്മയോ ആയാലും, ഒരുപാട് നമ്മൾ അവരുടെ കൂടെ നിൽക്കും തോറും നമ്മളും അവരെ പോലെ തന്നെയായി മാറും. ജീവിതത്തിൽ ഏതൊരു കാര്യത്തെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു നെഗറ്റീവ് മൈൻഡിലൂടെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇതുപോലെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എടി ഞാനിപ്പോൾ എൻ്റെ അമ്മായിയമ്മയെ പോലെ തന്നെയായി. കാരണം വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അവരെനിക്ക് പകർന്നു തരുന്ന ഒരു നെഗറ്റീവ് മൈൻഡ് എന്നിലേക്കും ഞാൻ അവരെ പോലെ തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് മൈൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പറയുന്നവർ, അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിലും നിരുത്സാഹപ്പെടുത്തുന്നവർ, അതുപോലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മളെ പിന്തിരിപ്പിക്കുന്നവർ, ഭയപ്പെടുത്തുന്നവർ. ചെറിയ കാര്യമായിരിക്കും എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ അയ്യോ സൂക്ഷിക്കണം, അയ്യോ അങ്ങനെ വരും ഇങ്ങനെ വരും, ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്, അപ്പോൾ അവിടെ അങ്ങനെയായിരിക്കും ഇവിടെ ഇങ്ങനെയായിരിക്കും, അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കണം ഇങ്ങനെ സൂക്ഷിക്കണം, നിങ്ങൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അങ്ങ് ഒരു നെഗറ്റീവ് മൈൻഡിലോട്ട് തള്ളി ആ ഒരു മൈൻഡിലോട്ടായി മാറുന്നതാണ് ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാർ പറയുമായിരുന്നു, എടി ഞാനും ഇപ്പോൾ അവരെ പോലെ തന്നെയായി. ഞാനും എന്ത് കണ്ടാലും ഏതൊരു ചെറിയ കാര്യത്തിനും ഞാൻ ഒരുപാട് ഭയപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനും ഞാനൊരു നെഗറ്റീവ് വശമാണ് ആദ്യം ചിന്തിക്കുന്നത്. ആരെന്ത് എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ആ ഒരു നെഗറ്റീവ് മൈൻഡിലൂടെയാണ്. ടോട്ടലി ഞാൻ അവരെ പോലെയായി മാറി. ടോട്ടലി ഞാനിപ്പോൾ പെരുമാറുന്നത്, ഞാൻ എൻ്റെ മദറിലോ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഞാനും മാറിപ്പോയി. ശരിയായിരുന്നു, അവർ ഒരു നെഗറ്റീവ് മൈൻഡുള്ളവരാണ്. അതായത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷേ അവരൊരു പോസിറ്റീവ് വൈബിലുള്ളൊരു മദറിലോ ആയിരുന്നെങ്കിലോ, അതായത് എന്ത് കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുന്നവരും പേടിയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നവരും, അതുപോലെ തന്നെ എന്തൊരു കാര്യവും നല്ലൊരു പോസിറ്റീവോടെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും അവളും ചിലപ്പോൾ അതുപോലെ മാറിപ്പോയേനെ അല്ലേ. നല്ലൊരു പോസിറ്റീവ് ലൈഫിലേക്ക് കാലുകുത്താൻ അവർക്കും സാധിച്ചേനെ. ഇങ്ങനെ നമ്മൾക്ക് ചുറ്റും നമ്മളെ ഇങ്ങനെ ഒരു നെഗറ്റീവ് പവറിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ വലയം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ തന്നെയാകും. നമ്മളും അവരെ പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ മദറിലോയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മയോ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ കുട്ടികളോ ഇങ്ങനെയുള്ള ഒരുപാട് പറ്റും. അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സോ. ഇപ്പോൾ കുറേ പേരെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ. അവരാണെങ്കിലും ഒരു നെഗറ്റീവ് പവറുള്ള ആളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെയെങ്കിൽ നമ്മളും അവരെ പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങും. നമ്മളും അവരെ പോലെ തന്നെ മാറും. പേടിയാകും നമ്മൾക്ക് പല കാര്യങ്ങളും. ചെറിയൊരു കാര്യങ്ങളിൽ പോലും നമ്മൾ പേടിച്ചു മാറി നിൽക്കും. അത് പക്ഷേ നമ്മളുടെ കൂട്ടുകാരെല്ലാം നല്ല പവർഫുള്ളായിട്ടുള്ള നല്ല പോസിറ്റീവ് വൈബുള്ള ആളുകളാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ പെരുമാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വലയം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിലെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളും അവരെ പോലെ ഒരു നെഗറ്റീവ് മൈൻഡിലോട്ട് മാറി എല്ലാത്തിനോടും ഭയപ്പെട്ട് എല്ലാത്തിൽ നിന്നും ഓടി മാറി എല്ലാത്തിൽ നിന്നും മറഞ്ഞിരിക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ.
അപ്പോൾ ഈ 3-4 കാറ്റഗറി ആളുകളാണ് ഇത്തരത്തിലുള്ളവർ. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുക. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ആളുകളെന്ന് പറയുന്നത്, നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി എല്ലാം പോകുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ എത്തും. കാരണം നമ്മളെ പേടിപ്പെടുത്തി എന്ത് കാര്യത്തിലും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളെ മടുപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ച് കളയും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു പോസിറ്റീവ് വശം നമുക്കുണ്ടെങ്കിൽ അവരോട് നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കത് നഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ആക്കിയെടുക്കും. നമുക്കൊരു നഷ്ടബോധം, നമ്മളുടെ ഒരു ദുഃഖത്തിലോട്ട് അത് ചെന്നെത്തും. അപ്പോൾ എനർജി കളയുന്ന ഒരുപാട് നമുക്കുള്ള പോസിറ്റീവ് എനർജി കളഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകളാണ് ഇത്തരത്തിൽ വരുന്നത്. കാരണം ലൈഫിൽ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉള്ളത് അങ്ങനെ അവർ നഷ്ടപ്പെടുത്തി കളയും. എന്തെങ്കിലും ഒരു കൊച്ചു പ്രതീക്ഷയാണെങ്കിൽ പോലും അതും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടുപ്പിക്കുന്ന ചില ആളുകൾ, അവരാണ് നമ്മുടെ എനർജി മൊത്തം കളയുന്ന ഫസ്റ്റ് കാറ്റഗറി ആളുകൾ. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ ഒരകലം പാലിക്കുക. നമ്മൾക്ക് ചെയ്യാനുള്ള പ്ലാനുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. അടുത്തൊരു കാറ്റഗറി ആളുകളെന്ന് പറയുന്നത് എപ്പോഴും വല്ലവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എന്തിലും ഒരു കുറ്റം കണ്ടെത്തുന്നവർ, എന്തിലും ഒരു ഗോസിപ്പ് പറഞ്ഞ് പരത്തുന്നവർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ്. കാരണം ഇന്ന് അവർ മറ്റൊരാളുടെ കുറ്റവും കാര്യങ്ങളും നമ്മളോട് പറയുന്നത്, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും നമ്മളെ അടുത്ത് പറയുന്നതുണ്ടെങ്കിൽ അവർ പിറ്റേ ദിവസം നമ്മളെ പറ്റിയും പറയും, അത് സ്വാഭാവികം. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലെങ്കിൽ നമ്മളും ആ ഒരു മൈൻഡിലോട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അത്തരത്തിൽ അവരുടെ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറ്റം പറച്ചിലും ഏഷണി പറച്ചിലും ഗോസിപ്പുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ലൈഫും അതുപോലെ തന്നെ മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് നിൽക്കുക. അടുത്തൊരു കാറ്റഗറി ആളുകളെന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിച്ച് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ആളുകളാണ്. നമ്മൾ എന്തൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കും പുറയിൽ നിന്ന്. എന്ത് കാര്യത്തിനും അത് ശരിയാകില്ല, അതൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, നമ്മൾക്ക് നമ്മുടെ കോൺഫിഡൻസും സമാധാനവും എല്ലാം അവർ പറഞ്ഞങ്ങ് തകർത്ത് നമ്മളെ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മുന്നോട്ട് വെച്ച കാല് പിന്നെ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടി വരില്ല, നമ്മൾ പിന്നെ പിന്നോട്ട് വെച്ച് പുറകിലോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക, എപ്പോഴും ഒരു അകലം പാലിച്ച് തന്നെ പോവുക. അടുത്തൊരു കാറ്റഗറി ആളുകളെന്ന് പറയുന്നത് കുശുമ്പ് നിറഞ്ഞവരാണ്. നമ്മുടെ മുമ്പിൽ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന രീതിയിലും നമ്മളുടെ നേട്ടങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്നവരൊക്കെ ആയിരിക്കും. അത് അഭിനയിച്ചങ്ങ് തകർക്കുകയും ചെയ്യും. എങ്കിൽ മനസ്സുകൊണ്ട് വളരെയധികം കുശുമ്പും കുന്നായ്മയൊക്കെ നിറഞ്ഞ ആളുകളായിരിക്കും. പക്ഷേ നമ്മൾക്ക് അതൊരിക്കലും അവരിൽ നിന്ന് അറിയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ആയിരിക്കും നമ്മളതൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇവരൊരിക്കലും നമ്മുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അഭിനയിച്ചങ്ങ് തകർക്കും. ഭയങ്കര നമ്മളെല്ലാമാണ്, നമ്മൾ അടിപൊളിയാണ്, നമ്മുടെ നേട്ടങ്ങളൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഒരുപാട് അപ്രീസിയേഷനും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഒരു കാലത്ത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഇവരിൽ നിന്നും ഒരു അകലം പാലിച്ച് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് കാറ്റഗറി ആളുകളെന്ന് പറയുന്നത് എല്ലാം മറ്റുള്ളവരിൽ കുറ്റം ചാരുന്ന ആൾക്കാരാണ്. അവരൊന്നും നേടാത്തതിനും അവർ വിജയിക്കാത്തതിനും അവർക്ക് ലൈഫിൽ നല്ലത് വരാത്തതിനെല്ലാം കുറ്റം മറ്റുള്ള ആളുകൾക്കായിരിക്കും. അല്ലാതെ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടോ ഒന്നുമല്ല. അവർ കാരണമാണ് എനിക്കതൊന്നും കിട്ടാഞ്ഞത്, അവർ കാരണം എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ കുറ്റവും മറ്റൊരാളിൽ ചാരിയിട്ട് രക്ഷപ്പെടുന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ കാരണം എനിക്കൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് നല്ലതൊന്നും വരുന്നില്ല, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല, അത് ആ ടീച്ചർ മാർക്ക് തരാത്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം ഒരു നെഗറ്റീവ് ഇതിൽ ചുറ്റുമുള്ള ആളുകളിലേക്ക് പകർന്ന് അവർ കാരണമാണ് എനിക്കൊന്നും കിട്ടാത്തത്, അല്ലെങ്കിൽ അവരാണ് എൻ്റെ എല്ലാ തോൽവികൾക്കും കാരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ആളുകളും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഇതിലും ആ ഒരു എനർജി, ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഇതിലോട്ടും
മൈൻഡിലോട്ടും വന്ന് പതിക്കും. നമ്മളും അവരെ പോലെ തന്നെ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ആളുകൾ എപ്പോഴും അവരൊരിക്കലും നമ്മൾക്ക് വേണ്ടി കൈയടിക്കില്ല, അവരൊരിക്കലും നമ്മൾക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യില്ല, നമ്മളൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അവരാഗ്രഹിക്കില്ല. നമ്മളെപ്പോഴും ഒരു വിലയില്ലാത്ത പോലെ, എപ്പോഴും ഒരു പുച്ഛഭാവത്തിൽ, നമ്മൾ എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളെ യാതൊരു വിലയുമില്ലാതെ ഒരു പുച്ഛഭാവത്തിൽ കാണുന്ന ഇത്തരം ആളുകളിൽ നിന്ന് നമ്മളെപ്പോഴും ഓടി മാറി നിൽക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളും അവരെ പോലെ ആയി തുടങ്ങും. എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് പറയുന്ന ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ നല്ലത് പറയുന്ന ആളുകളുടെ കൂടെ നമ്മൾ കൂടി നിൽക്കുക. നമ്മുടെ ചെറിയൊരു നേട്ടത്തിൽ പോലും ചെറുതായിട്ട് സന്തോഷിക്കുന്ന, നമ്മളോട് ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു കാറ്റഗറി ആളുകളെ നമ്മൾ ചിലപ്പോഴെങ്കിലും കാണാറുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരോടൊപ്പം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾക്കും മാറ്റിയെടുക്കാം. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടേതായ പോസിറ്റീവ് എനർജി കൊണ്ടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടും നമ്മൾക്കും ഇത്തരത്തിലുള്ള ആളുകളെ കുറച്ചെങ്കിലും മാറ്റിയെടുക്കാനും സാധിക്കും.